ഒരു പൂർണ്ണമായും ഒരു ഗ്രാമാന്തരീക്ഷമാണല്ലേ അവിടുത്തെ വെറും സാധാരണക്കാരായ നാട്ടുകാർ. അവർക്ക് എല്ലാവർക്കും പൊന്നോമനകളായിരുന്ന 4 മക്കൾ, 4 പേരും ഒരേ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ആ കുടുംബമായാലും ആ നാടായാലും ഈ ഒരു സന്ദർഭത്തെ അതിജീവിക്കുക എന്നുള്ളത് ഒന്നും പറയാൻ കഴിയുന്നില്ല സ്വാലിഹ്. തീർച്ചയായും ഈ സങ്കടങ്ങൾക്കിടെ വളരെ വേദനയുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെയുള്ളത്. കണ്ണ് നിറയാതെ ഒരാൾക്ക് പോലും ഇവിടെ നിന്ന് മടങ്ങിപ്പോവാൻ കഴിയില്ല. അങ്ങനെ അത്രമേൽ വേദനയുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു പ്രദേശത്തെ 4 വീടുകൾ, തൊട്ടടുത്ത് ഉള്ള ഒരു 4 വീടുകൾ ഇങ്ങനെ മരണ വീടുകളായി മാറിയിരിക്കുന്നു. ഇതിന് അപ്രതീക്ഷിതമായി സംഭവിച്ചത്. ഇന്നലെ രാവിലെ ഒരുമിച്ച് ഇറങ്ങിപ്പോയ മക്കൾ പിന്നീട് രാത്രി ഇങ്ങനെയാണ് തിരിച്ചെത്തുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വലിയ വേദന ഈ കുടുംബങ്ങൾക്കൊക്കെയുണ്ട്. താങ്ങാനാവുന്നതല്ല, അപ്രതീക്ഷിതമാണ്. പലർക്കും ഇത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കൂട്ടുകാർക്കൊക്കെ ഇന്നലെ വൈകിട്ട് ക്ലാസ് വിട്ടുമൊക്കെ കളിചിരിയൊക്കെ കഴിഞ്ഞ് നടന്നു പോകുന്നവരായിരുന്നല്ലോ ഇവർ. സ്വാഭാവികമായും ഈ സഹപാഠികൾക്കൊന്നും ഇത് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ അപ്രത്യക്ഷമായി പോകുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് റിദ ഫാത്തിമയുടെ താമസിക്കുന്ന വാടക കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതിനാലാണ് തൊട്ടടുത്ത ഈ വീട്ടിലേക്ക് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിന്ന് 2 വീട് അപ്പുറത്താണ് തസ്നിയുടെ വീട്. ഇങ്ങനെ എല്ലാ വീടുകളും ഏതാണ്ട് തൊട്ടടുത്തൊക്കെ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു വേദന ഈ സഹപാഠികളൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്നവരൊക്കെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മൂന്ന് തരത്തിൽ ഇങ്ങനെ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ 4 വീടുകളിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണുന്നു. ഒപ്പം ഈ രക്ഷിതാക്കളും ഈ നാട്ടുകാരുമൊക്കെ വളരെ വേദനയോടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അരമണിക്കൂറിനകം ഇവിടെ നിന്ന് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇവിടെ വീടുകളിലെത്തി അവരുടെ മാതാപിതാക്കളെയൊക്കെ സമാശ്വസിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൊതുപ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട്. ശാന്തകുമാരി MLA ഉൾപ്പെടെയുള്ളവർ റിദ ഫാത്തിമയുടെ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ പല മേഖലകളിലുള്ളവർ, ഈ നാട്ടിലെ വിവിധയിടങ്ങളിലുള്ളവരെല്ലാം ഇപ്പോഴും ഈ പ്രദേശത്തെത്തി അന്ത്യോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുട്ടികളുടെ ഒരു കളിചിരിയൊക്കെ പെട്ടെന്ന് ഈ ഭാഗത്ത് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാവുന്നുവെന്ന് ഉൾക്കൊള്ളാൻ പോലും ഈ നാട്ടുകാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി എത്തുന്നത് നമുക്ക് വാക്കുകളൊക്കെ ദുർബലമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്രതീക്ഷിതമെന്നാൽ ഒരു തരത്തിലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു നാട്, പ്രത്യേകിച്ചൊരു മരണത്തിൻ്റെ നാടായ ഒരു സുപ്രഭാതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ 4 കുരുന്നുകൾ ഇല്ലാതാവുന്നു. അത് അവർക്ക് വിശ്വസിക്കാൻ പോലും ഇതുവരെ, അത് ഉൾക്കൊള്ളാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല പലർക്കും. അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത്. ഈ സുഹൃത്തുക്കളൊക്കെ കരഞ്ഞുകൊണ്ട് വന്ന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ബന്ധുക്കളെത്തുന്നു, നാട്ടുകാരെത്തുന്നു, അധ്യാപകരെത്തുന്നു. അവരൊക്കെ അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നത്, അവസാനമായി സുഹൃത്തിനെയൊക്കെ ഒന്ന് കണ്ട് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക്. അതാണ് സ്വാലിഹ്, നമ്മൾ ഇതിന്റെ ഒരു വിവരങ്ങളൊക്കെയും പ്രേക്ഷകരിലേക്കൊക്കെയും എത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടല്ലോ. നാടിന്, ആ വീടിന്, നാടിനും കൂട്ടുകാർക്കും. സ്വാലിഹ് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് പരീക്ഷ എഴുതിയിട്ട് ഒന്നിച്ചിറങ്ങി ബായ് പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞിറങ്ങിയ മക്കളാണ് അവർ. 4 പേരെയും ഇന്ന് അവർക്ക് ജീവനോടെ കാണാൻ ഇല്ല, ബാക്കിയില്ല എന്നുള്ളത് എങ്ങനെ ആ കുടുംബവും നാടും ഒക്കെയും ഉൾക്കൊള്ളുമെന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇരട്ടി ആഘാതം, വേദന നമുക്കടക്കമുള്ളവർക്ക്
നൽകിക്കൊണ്ട് കേട്ട വാർത്തയാണ്. ഇതിൽ മരിച്ച ഒരു കുട്ടിയുടെ അമ്മയുടെ കൺമുന്നിലാണല്ലോ ഈ അപകടം നടന്നത്, ഇർഫാനയുടെ. സ്വാലി, ആളുകൾക്ക് ഇപ്പോഴും ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറഞ്ഞോളൂ. കാവ്യ, റിദ ഫാത്തിമയുടെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. നാട്ടിലെ പൊതുപ്രവർത്തകരും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലാണ് ഈ ഭൗതിക ശരീരം വെച്ചിട്ടുള്ളത്. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് ഒരുമിച്ച് ഇരുന്ന് പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് കളിച്ചിരിയോടെ നടന്നു വരുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടാവുന്നത്. സ്വാഭാവികമായും ഇത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സുഹൃത്തുക്കൾക്കാവുന്നില്ല, നാട്ടുകാർക്കാവുന്നില്ല, കുടുംബങ്ങളൊന്നും ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതെന്ന അത്ഭുതത്തോടെ നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ഏതാണ്ട് ആളുകൾ രാവിലെ മുതൽ കാണുന്നവരാണ്. ഈ മദ്രസയും സ്കൂളും ഒക്കെ ആയി ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരുമിച്ച് തന്നെ പോയി ഒരുമിച്ച് മടങ്ങി വന്ന് പിന്നെയും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് നടന്നിരുന്നവരാണ്. അപ്പോൾ അവരുടെ ഒക്കെ അത് പെട്ടെന്നൊരു നാട്ടിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ് ഒരു മിനിറ്റുകൾക്കകം. അതുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വലിയ പ്രതിഷേധമൊക്കെ ഈ പ്രദേശത്ത് ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊരു പതിവായി ഒരു അപകട മേഖലയായി മാറിയിട്ടുണ്ട് എന്ന്, അതിന് പുതിയ നിർദ്ദേശങ്ങളൊക്കെ ആളുകൾ അവിടെ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമൊക്കെ പ്രദേശവാസികൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പരിശോധനകൾ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ നാട്ടുകാരെത്തുന്നു, സുഹൃത്തുക്കളെത്തുന്നു. ഒപ്പം ഈ വിവിധ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരെല്ലാം MLA-മാർ ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ ഓരോ വീടുകളിലും കുറച്ചു നേരം ഇരുന്ന് അടുത്ത വീടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളൊക്കെ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8:30 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയം. 8:30-ക്ക് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഈ ക്രമീകരണങ്ങൾക്കൊക്കെയും എന്തെങ്കിലും മാറ്റമുണ്ടോ സ്വാലി? ഇല്ല, 8 മണിയോട് തന്നെ ഹാളിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി വേഗത്തിൽ 10 മണിയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. പരമാവധി വേഗത്തിൽ ഖബറടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. 12:35-ഓടെയൊക്കെയാണ് ബാങ്ക് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ നമസ്കാരത്തിന് മുൻപായി ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുൻപ് ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഖബറടക്കമൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തന്നെ ഖബറടക്കത്തിനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് 4 പേരെയും തൊട്ടടുത്തടുത്തുള്ള ഖബറുകളിലായി അന്ത്യവിശ്രമത്തിന് ഖബറടം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളരെ വേദനാജനകമായ കാഴ്ചകൾ, ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമുക്ക് ഈ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായി ഇപ്പോഴും ഈ വീടുകളിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാവ്യ.